ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതാ ഒരു വേലക്കാരി ഇവിടത്തെ ദേവതയായിട്ട് മാറിയത്. അടുത്തതിനെയും കൂടി എടുത്ത് തലയിലോട്ട് വെച്ചോ. അടുക്കളയിൽ നിന്ന് ഇപ്പോ പൂജാമുറി വരെ അവൾ എത്തി. ഇനി അടുത്തത് എന്താണാവോ? ദേവി, ഇവിടുത്തെ സാറിന്റെ അസുഖം ഭേദമാക്കി കൊടുക്കണേ. ഒരു കാര്യം ഉറപ്പ്, ഇവള് വെറും ഒരു വേലക്കാരിയല്ല. നിക്ക്. രണ്ട് ചോദ്യങ്ങൾ എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. രണ്ടാമത്തേത് ഞാൻ ആദ്യം ചോദിക്കാം. ഈ പൂജ, ഈ മന്ത്രങ്ങളും ഒക്കെ എവിടുന്നാ പഠിച്ചത്? ഒട്ടുമിക്ക പൂജകളും അതിന്റെ മന്ത്രങ്ങളും നിനക്ക് നന്നായിട്ട് കാണാപ്പാടമാണല്ലോ. അതെങ്ങനെയാ? എന്റെ വീടിനടുത്ത് ചെറിയൊരു ക്ഷേത്രമുണ്ട്. കുഞ്ഞിലെ മുതലേ ഞാൻ ദിവസം അവിടെ പോവാറുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും കണ്ടു മനസ്സിലാക്കിയതാ. പിന്നെ മന്ത്രങ്ങളെല്ലാം അച്ഛനിൽ നിന്നും വായനയിൽ നിന്നുമൊക്കെ പഠിച്ചെടുത്തു. ശരി, ഇനി ഞാൻ ആദ്യത്തെ ചോദ്യം നിന്നോട് ചോദിക്കാം. നിന്നോട് ആരാ പറഞ്ഞത് ഈ പൂജാമുറിയിൽ കയറാനും പൂജ ചെയ്യാനും? ഈ വീട്ടിലുള്ളവർക്ക് മാത്രം വിളക്ക് കത്തിക്കാനും പ്രാർത്ഥിക്കാനുമാണ് ഈ വീട്ടിലെ പൂജാമുറി. വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ തിരി കത്തിക്കാൻ ഇതൊരു വഴിയമ്പലമല്ല. ആരാ നിന്നോട് പറഞ്ഞത് ഇതിനകത്ത് കയറി ഇവിടെ പൂജ ചെയ്യാൻ? ഞങ്ങളാ. എനിക്ക് വയ്യാത്തോണ്ട് നീരാഞ്ജന പൂജ കഴിപ്പിക്കണമെന്ന് അമ്മ പറഞ്ഞപ്പോ ആ പൂജ ചിന്നുവിന് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ചെയ്തോളാനും പറഞ്ഞു. നിനക്കോ അതൊന്നും അറിയില്ല. അറിയാവുന്നവര് ചെയ്യട്ടെ. വയ്യാത്ത ആള് ഹോസ്പിറ്റലിലേക്ക് പോണം. അസുഖം മാറേണ്ടതൊക്കെ മരുന്നിലൂടെയാ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനു നിങ്ങൾക്ക് വേണ്ടി പൂജയും വഴിപാടും ഒക്കെ ഇവിടെ നടത്തണം? അതിനേക്കാളും വലുതല്ലേ ചുക്കുകാപ്പി സേവ. അതിവിടെ ഇങ്ങനെ സമയാസമയം നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ പൂജാമുറിയില് ഈ വീട്ടിലുള്ളവര് മാത്രം കയറിയാൽ മതി. വേറെ ആരും കയറുന്നതും വിളക്ക് കത്തിക്കുന്നതും ഒന്നും എനിക്കത് ഇഷ്ടമല്ല. എന്നിട്ട് നീ എത്ര ദിവസം ഇവിടെ വിളക്ക് കത്തിച്ചു? നല്ലൊരു കാര്യമല്ലേ ചിന്നു ചെയ്തത്. എന്നിട്ട് പഴി അവൾക്കും. ചിന്നു, പോകാൻ നോക്ക്. ഞാനല്ലേ പറയുന്നത്, പോകാൻ. പോ. കഷ്ടമുണ്ട് രമേ. നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാ പിന്നെ അവര് ചെയ്യുന്നതെല്ലാം കുറ്റമാക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ശരിയല്ല. അത് നീ മാറ്റണം. കൊള്ളാം. മരുമകളുടെ സ്വഭാവത്തെപ്പറ്റി കുറ്റം പറഞ്ഞിട്ട്
വേലക്കാരിയുടെ സ്വഭാവ മഹിമയെ പറ്റി പറയുന്നു. പറഞ്ഞ പോലെ അതാണല്ലോ അമ്മയുടെ എപ്പോഴത്തെ ശീലം. ഇങ്ങനെ സപ്പോർട്ട് ചെയ്താ ഒരു വേലക്കാരി ഇവിടത്തെ ദേവതയായിട്ട് മാറിയത്. അടുത്തതിനെയും കൂടി എടുത്ത് തലയിലോട്ട് വെച്ചോ. അടുക്കളയിൽ നിന്ന് ഇപ്പോ പൂജാമുറി വരെ അവൾ എത്തി. ഇനി അടുത്തത് എന്താണാവോ. എന്തായാലും അതിവിടെ എല്ലാവരുടെയും മനസ്സിൽ മാത്രം മതി. പുറത്തോട്ടെടുത്ത് നിൽക്കണ്ട. ഹലോ, താൻ ഇത് എവിടാടൂ? വീട്ടിലുണ്ട്. വീട്ടിൽ കയറി ആടെ ഇരിക്കുവന്ന് താൻ? ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ആ ശിവദാസനോട് പറഞ്ഞോ? അതേപോലെ പറഞ്ഞു. പക്ഷേ ശിവനൊന്നും വിട്ടു പറയുന്നില്ല. ഞാൻ എന്റെ ആവതും ശ്രമിച്ചു നോക്കി. കുറെ നാളായിട്ട് താൻ ശ്രമിക്കുന്നു. ശിവദാസന്റെ ഭാര്യയും മോള് എവിടെയാണെന്നറിയാൻ അയാളിലൂടെ പറ്റൂ. അതാ ഞാൻ തന്നെ ഇങ്ങനെ വിളിക്കുന്നത്. ഇതിങ്ങനെ നീണ്ടുപോയാൽ അറിയാമല്ലോ എന്താ സംഭവിക്കുന്നതെന്ന്. എന്റെ മോള്. ആ, മോള്. അത് ഓർമ്മ വേണം. എന്റെ മോളെ ഒന്നും ചെയ്യരുത് നരേന്ദ്ര. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. താനേ കൂടുതലൊന്നും ചെയ്യണ്ട. സീതയും മോള് കല്യാണിയും എവിടെയാണെന്ന് മാത്രം അറിഞ്ഞാ മതി. അത് ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്താണെന്ന്. താൻ ഇതുവരെ തിരുവനന്തപുരം കണ്ടിട്ടുണ്ടോ? ഇല്ല. തിരുവനന്തപുരത്തെ ഒരു വീടല്ല, തിരുവനന്തപുരത്തെ ആ വീടിന്റെ അഡ്രസ്സാ വേണ്ടത്. കോയമ്പത്തൂരിലെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് മൂത്ത മോളെ അങ്ങ് മാറ്റിയല്ലേ. ഇപ്പോ കണ്ണൂർ ഒരു ഹോസ്റ്റലാണ് അവള് താമസിക്കുന്നത്. താൻ എന്താ കരുതിയത് ഇതൊന്നും ഞാൻ അറിയില്ലെന്ന്? തന്റെ ഇളയ മകളെ പൊക്കിയതുപോലെ മൂത്ത മോളെ ഞാൻ അങ്ങ് പൊക്കും. നരേന്ദ്ര, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. മണിമാല നരേന്ദ്രന് തന്നെ കിട്ടും. മണിമാലേ എനിക്കല്ല ആവശ്യം, ആവശ്യക്കാര് വേറെയാ. തന്റെയും തന്റെ മോളുടെയും ജീവനും ജീവിതവും ഒക്കെ അവരുടെ കയ്യിലാ. അവരാരാന്ന് തനിക്ക് ശരിക്കും അറിയില്ല. തന്റെ കുടുംബം അവര് നശിപ്പിച്ചു കളയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞതുപോലൊക്കെ ചെയ്യും. ഓ